മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും മേൽ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക ഇന്ത്യയുടെ കാര്യത്തിൽ തിടുക്കപ്പെട്ട് തീരുമാനം എടുത്തിരുന്നില്ല. ഇത് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം സുഗമമായി മുന്നോട്ടു പോകുമെന്ന പ്രതീക്ഷയിലാണെന്നാണ് വിലയിരുത്തൽ. എന്നാൽ നികുതി ഭീഷണി നിലനിൽക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനത്തിന് ഒരുങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം US സന്ദർശിക്കും. 12-13 തീയതികളിലാകും സന്ദർശനമെന്നാണ് പുറത്തുവരുന്ന വിവരം. വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ഫ്രാൻസിൽ 10-11 തീയതികളിൽ നടക്കുന്ന AI ഉച്ചകോടിക്ക് ശേഷമായിരിക്കും മോദി അമേരിക്കയിലേക്ക് പോകുക. ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചതായി വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഫ്രാൻസ് സന്ദർശനത്തിന് ശേഷം ഫെബ്രുവരി 12 വൈകുന്നേരമാണ് മോദി അമേരിക്കയിലെത്തുക. 2 ദിവസം അവിടെ തങ്ങുന്ന മോദിക്ക് വൈറ്റ് ഹൌസ് സന്ദർശനമടക്കം മറ്റ് ഔദ്യോഗിക പരിപാടികളുണ്ട്. മോദിക്ക് വൈറ്റ് ഹൌസിൽ അത്താഴ വിരുന്നൊരുക്കുമെന്ന് സൂചനയുണ്ട്. അനധികൃത കുടിയേറ്റ വിഷയമടക്കമുള്ളവ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. വിഷയത്തിൽ നരേന്ദ്രമോദി ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് വൈറ്റ് ഹൌസ് പ്രതീക്ഷിക്കുന്നത്. ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമെടുത്ത തീരുമാനങ്ങളിലൊന്ന് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടികളെ സംബന്ധിച്ചാണ്. അനധികൃത കുടിയേറ്റക്കാരെന്ന് തെളിയിക്കുന്നവരെ തിരിച്ചെത്തിക്കുമെന്ന് ഇന്ത്യയും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായി വളരെ നല്ല ബന്ധമാണുള്ളത്, ട്രംപ് നേരത്തെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. US-ലുള്ള അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ മോദി ഉചിതമായത് ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞു. 18,000 ഇന്ത്യക്കാർ അനധികൃത കുടിയേറ്റക്കാരായി ഉണ്ടെന്നാണ് കണക്ക്. IT അടക്കം വിദഗ്ധ മേഖലയിലുള്ള ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ട്രംപ് ഭരണകൂടം അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ട്രംപ് ഭരണകാലത്ത് 2019 മോദി US സന്ദർശിക്കുകയും ഹൂസ്റ്റണിൽ വലിയ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. ട്രംപും ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇതിനിടെ ഉയർന്ന ഇറക്കുമതി തീരുവയിലൂടെ അമേരിക്കയ്ക്ക് ദോഷം വരുത്തുന്ന രാജ്യങ്ങൾക്കുമേൽ US-ഉം ഉയർന്ന തീരുവ ഏർപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചിരുന്നു. അമേരിക്കയിലേക്ക് കൂടുതൽ പണമെത്തുന്ന പഴയ സംവിധാനത്തിലേക്ക് മടങ്ങിപ്പോകണം. നികുതി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ രാജ്യങ്ങൾ അമേരിക്കയിൽ വന്ന് ഫാക്ടറി തുടങ്ങുകയാണ് വേണ്ടത്. ഫാർമസ്യൂട്ടിക്കൽസ്, സെമി കണ്ടക്ടർ മേഖലയിൽ കൂടുതൽ വിദേശ നിക്ഷേപം സ്വാഗതം ചെയ്യുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ട്രംപിന്റെ പല പ്രഖ്യാപനങ്ങളും ഇന്ത്യൻ രൂപയുടെ വിലയിടിവിനും ഓഹരി വിപണിയിലെ തകർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. എന്തായാലും ഫെബ്രുവരി 13 മോദി അമേരിക്കയിലേക്ക് പോകുന്നത്. നിലവിൽ അനധികൃത കുടിയേറ്റക്കാരായുള്ള ഇന്ത്യക്കാരെ തിരിച്ചെടുക്കുമെന്ന് മോദി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും.